അട്ടിപൊട്ടിയിട്ടുള്ളത്. എവിടെ നോക്കട്ടെ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. സോവനിയറിൻ്റെ ആ ഷോപ്പിൽ നിന്ന് അപ്പൂപ്പനെ കണ്ട അപ്പൂപ്പനോട് വർത്താനം പറഞ്ഞൊക്കെ രസം തന്നെ. അപ്പൂപ്പൻ പറഞ്ഞൊരു കാര്യം കേട്ടിട്ടാണ് എനിക്ക്. ഷാലോ വാട്ടർ ആണ്, നോ ഡൈവിംഗ് എഴുതിയിട്ടുണ്ട്. ആ, ഇവിടുന്ന് അധികം ആഴമില്ല കേട്ടോ. അങ്ങ് അവിടെ ഒരു ചെറിയൊരു ഇതുവരെയൊക്കെ ആഴമില്ല, വളരെ ആഴം കുറവാണ്. ഇവിടുന്നൊക്കെ റൗണ്ടിൽ ആണ് വീട് വരുന്നത്, ഫ്ലാറ്റ് റൂഫായിട്ട്. അതാണ് അതിൻ്റെ സ്റ്റൈല്. ഡിസ്കവർ സൈപ്രസ് എന്ന 9 days 8 nights നമ്മൾ സൈപ്രസ് ട്രിപ്പിൻ്റെ എക്സ്പെൻസ് ആണ് ഈ കാണുന്നത്. ഇത് ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാം ഓർ ഫേസ്ബുക്ക് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്യാം. ഗുഡ് മോർണിംഗ് ഫ്രം ലർനാക്ക. നമ്മളെ ഡേ 2 ഓഫ് എക്സ്പ്ലോറേഷൻ അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. നമ്മൾ ഇന്ന് സൂര്യനെ കണ്ടിരിക്കുകയാണ്. വെയിലൊക്കെ ഉണ്ട്. കുറച്ച് വെയിലുണ്ട്. ഈ ഒരു വെയില് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്താൽ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ ആയ നമ്മളെ സെയിന്റ് ലസാറസ് ലർനാക്ക സിറ്റിയിലുള്ള ഏറ്റവും മെയിൻ അട്രാക്ഷനിൽ ഒന്നാണ് ഈ ഹോളി ചർച്ച് ഓഫ് സെയിന്റ് ലസാറസ്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യാം. ഇതാണ് നമ്മൾ ഇന്നലെ ഇന്നും താമസിച്ച ലിസിത്യ ഹോട്ടൽ അപ്പാർട്ട്മെന്റ്സിന്റെ ഫ്രണ്ട് കേട്ടോ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ മുന്നിൽ ഒന്നും എഴുതിയിട്ടില്ല, ലിസിത്യ ഹോട്ടൽ ആൻഡ് അപ്പാർട്ട്മെന്റ്സ് എന്നോ അങ്ങനെ ഒന്നും എഴുതിയിട്ടില്ല. ഒരു സ്ഥലത്ത് പോലും ഒരു ബോർഡ് പോലും ഇല്ല. പക്ഷേ നിങ്ങൾ ഗൂഗിൾ മാപ്സിൽ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റും ഈ ലൊക്കേഷൻ അടിച്ച് വന്നാൽ മതി. ലൊക്കേഷൻ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കാം, കയറി നോക്കിയാൽ മതി. ഇത് കണ്ടു കഴിഞ്ഞാൽ ഹോട്ടലാണെന്ന് തോന്നില്ല, എന്തോ ഒരു റെസ്റ്റോറൻറ്റ് പോലെ തോന്നുന്നു. പക്ഷേ അതിൻ്റെ ഉള്ളിലോട്ടുള്ളതൊക്കെ റൂമാണ് ചുറ്റും. അതിൻ്റെ സെൻറ്ററിൽ പൂളും അടിപൊളിയാണ്. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ബീച്ചാണ് കാണുന്നില്ലേ. ആ ബീച്ച് സൈഡിലാണ് കടലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. തിരമാല അടിച്ചുകൊണ്ടിരിക്കുന്ന കടൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ലായിരുന്നു, നമ്മൾ അങ്ങോട്ട് പോയില്ല. നമുക്കിനി വേറെ സ്ഥലത്തോട്ട് ഇറങ്ങേണ്ടതാണ്. ആക്ച്വലി നമ്മുടെ ഡേ ഗ്രെഗറീസ് കഫേന്ന് സ്റ്റാർട്ടായി അല്ലേ. ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇന്നലത്തെ വീഡിയോ കണ്ടിട്ട് മനസ്സിലാവും നമ്മൾ ഗ്രെഗറീസിനാണ് കഴിച്ചത്. ഇന്നും നമ്മൾ അവിടെ തന്നെ കഴിച്ചത്. നമുക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടുത്തെ ഫുഡ് എന്ന് പറയുന്നത്. നല്ലൊരു കഫേയാണ്. ഈ സൈഡിലൊക്കെ കാണുന്ന ബീച്ചാണ് കേട്ടോ. ബീച്ചിന്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ വന്ന ദിവസം തന്നെ നമ്മൾ ഈ വഴി നമ്മൾ മെക്ഡൊണാൾഡ്സിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് രാത്രി ആയതുകൊണ്ട് ഒന്നും കിട്ടില്ല. വാവ്, സീ നോക്ക്, ബീച്ചും ബീച്ചിന്റെ സൈഡിൽ ഇങ്ങനെ ഒരു ബ്രിഡ്ജ് ഇങ്ങനെ വെച്ചിരിക്കുന്നു. നോക്ക്, പോലെ ഇങ്ങനെ നടക്കാനായിട്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ റോഡ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡ് പണികൾ നടക്കുന്നുണ്ട്, വീട് പണികൾ നടക്കുന്നുണ്ട്. ഇതാണ് ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട്. നമ്മൾ എപ്പോഴും പറയുന്ന പോലെ ലർനാക്ക സിറ്റിയിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ എല്ലാ ഡിസ്ട്രിക്റ്റിലേക്ക് പോകുന്ന പൈല എന്ന് പറഞ്ഞാൽ നമ്മളെ ഹോട്ടലുള്ള സ്ഥലമാണ്. സിറ്റി ടൗൺ സെന്റർ. ന്യൂ ഇയറിന്റെ സെലിബ്രേഷൻസിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ ഇങ്ങനെ കുറെ തോരണങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇവിടെ അടിപൊളി വൈബാന്ന് തോന്നുന്നു. ജാൻവിയിൽ ഒരു പാർക്ക് പോലെ ലർനാക്ക മറീന ആയിരിക്കും. അപ്പൊ സൂര്യൻ പാർക്ക് എല്ലാം ഉണ്ട്. ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തുക തന്നെ, അതുകൊണ്ട് പാർക്കിംഗ് ചാർജ് ഉണ്ടോ? കണ്ടോണ്ട് പാർക്കിംഗ്. ലർനാക്ക ബീച്ച് സൈഡിൽ ഇതാ ഇങ്ങനെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ഇങ്ങനെ വണ്ടി അങ്ങ് പാർക്ക് ചെയ്ത് ഇട്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുന്നത് ഇന്റർസിറ്റി ബസ്സസ് ആണ്, ബാക്കി സിറ്റിയിലോട്ടൊക്കെ പോകുന്ന ബസ്. അപ്പൊ ഇത് കാരണം ഇതിപ്പോ വൺ വേ ആണല്ലേ, അപ്പൊ അതുകൊണ്ട് കുറച്ച് ട്രാഫിക് ഈ ഏരിയയിൽ വരുന്നുണ്ട്. പിന്നെ അതെ, ഈ ഏരിയ മൊത്തം പെയ്ഡ് പാർക്കിംഗ് സോണാണ്. ഇത് ഇവിടെ ആയിരിക്കും ന്യൂ ഇയറിന് പരിപാടിയൊക്കെ നടക്കുന്നത് ആയിരിക്കാം. അടിപൊളിയല്ലേ. നേരെ നോക്ക്, കാസിൽ സ്ക്വയർ ആണ് കാണുന്നത്. റൈറ്റ് പോയിട്ടാണ് നമ്മളെ ഈ ഏരിയയിലാണ് വണ്ടി ഇട്ടിട്ട് നിങ്ങൾ കുറേ എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. വണ്ടി ഇവിടെ ഇടുക, ഒരു 3 hours വണ്ടി ഇട്ടിട്ട് ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു കയറാം. അതാണ് ചെയ്യേണ്ടത്. ലർനാക്ക കാസിൽ സ്ക്വയറിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു പാർക്കിംഗ് ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഇതാണ്ടല്ലേ, നമ്മൾ നേരെ പാർക്കിംഗ് കണ്ട് കയറിയതാണ്. ഇവിടെ ഇങ്ങനെ ലൊക്കേഷൻ ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൊടുക്കാം, കയറി നോക്കിയാൽ മതി. അതുപോലെ ഇവിടെ ചാർജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാ 2 മണിക്കൂറിന് €1 അത്രയേ ഉള്ളൂ. 2 മണിക്കൂറിന് €1, 3 മണിക്കൂറിന് 1.35, അങ്ങനെ 10 മണിക്കൂറിന് 3.75. അത്രയും ചെറിയ ചാർജേ ഉള്ളൂ ശരിക്കും ഇവിടെ ഇടാൻ വേണ്ടിയിട്ട്. പുറത്ത് റോഡിലിടാൻ വേണ്ടി കൂടുതലുണ്ട്, €2 ഒക്കെ 1 മണിക്കൂറിനുണ്ട്. പക്ഷേ വേറൊരു കാര്യം, നമുക്കുള്ള ഹാപ്പി ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജനുവരി 5 വരെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളൊക്കെ തീരുന്നവരെ ഈ പാർക്കിംഗ് ഫ്രീ ആണ് എന്ന് ഒരു ചേട്ടൻ ഇതിലൂടെ പോകുന്ന ആൾ പറഞ്ഞു. ഞങ്ങളിങ്ങനെ പാർക്കിംഗ് മെഷീൻ നോക്കി എങ്ങനെയാണ് പാർക്കിംഗ് ഇടേണ്ടതെന്നൊക്കെ നോക്കി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അയാൾ ചോദിച്ചു, മൈ ഫ്രണ്ട്, ആർ യു പാർക്കിംഗ് ഹിയർ? യെസ്, പാർക്കിംഗ് ഈസ് ഫ്രീ നൗ അൺടിൽ January 5th അല്ലേ.
അതുകൊണ്ട് നമ്മൾ ഫ്രീ ആയിട്ട് പാർക്ക് ചെയ്തിട്ട് നമ്മൾ പുറത്തോട്ട് പോവാണ്. അപ്പോൾ ഈ പാർക്കിങ്ങിൻ്റെ അടുത്ത് വണ്ടി ഇട്ടിട്ട് ചർച്ച് ഓഫ് സെയിൻറ്റ് ലസാറസിലോട്ട് നടക്കുകയാണ് കേട്ടോ. ഈ സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത് നല്ല വെറൈറ്റി ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ലർണാക്ക സിറ്റി സെൻറ്ററിലാണ് ഈ ഒരു സ്ട്രീറ്റ് എന്നൊക്കെ പറയുന്നത്. ഫുള്ള് കല്ല് പാകിയിട്ട്, താറൊന്നല്ല, ഫുള്ളായിട്ട് കല്ല് പാകിയിട്ടാണ്. റോഡ് സൈഡായാലും അതെ, റോഡായാലും അതെ, എല്ലാം കല്ല് പാകിയിട്ടാണല്ലേ. വലിയൊരു ക്രിസ്മസ് ട്രീ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ സൈഡത്തെ ഷോപ്പുകളൊക്കെ കാണാൻ അടിപൊളി അല്ലേ, ഒരു പഴയ ഫീലുള്ള ടൈപ്പ് ഷോപ്പുകളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഓൾഡ് സിറ്റി കൂടെ നടക്കുന്ന പോലെ. അതെ, ഓൾഡ് സിറ്റി വൈബ് തന്നെ അല്ലേ, കൊള്ളാം. അതാണ് ചർച്ച്. നമ്മളങ്ങനെ ചർച്ച് ഓഫ് സെയിൻറ്റ് ലസാറസിൻ്റെ മുന്നിലെത്തി. അവിടെ ഒരു ക്രിസ്മസ് ട്രീൻ്റെ ഫ്രണ്ടിൽ വെയിൽ കായാൻ നിൽക്കുന്ന യുവതി തണുത്ത് വിറച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ വെയിൽ കായാൻ നിൽക്കുകയാണ്. അപ്പം ഈ സ്ട്രീറ്റ് വഴിയാണ് ഇങ്ങോട്ട് വരുന്നത്. ഇത് പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ട്രീറ്റാണ്. ഇവിടെ എന്ന് വെച്ചാൽ ഇനി പിന്നെ അരിസ്റ്റോക്കുലസ് സ്ട്രീറ്റ് എന്നോ അങ്ങനെ എന്താണ് ഇതിൻ്റെ പേര് കറക്റ്റ്, ഞാൻ വീഡിയോയിൽ ഞാൻ എഴുതാം. പിന്നെ അത് നേരെ പോയിട്ട് ഫിനിക്കൂഡസ് ബീച്ച് എന്ന് പറഞ്ഞാൽ ഫിനിക്കൂഡസ് പ്രൊമനേഡിലേക്കാണ് എത്തുക. അതിൻ്റെ അപ്പുറത്തുള്ള ഫിനിക്കൂഡസ് ബീച്ചാണ്, ഇവിടുത്തെ മെയിൻ ബീച്ചാണ് ലർണാക്കയിലെ. അപ്പം അതുവഴിയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. നമുക്കെന്തായാലും സെയിൻറ്റ് ലസാറസ് ചർച്ച് ഒന്ന് കാണാം. ഈ ഹോളി ചർച്ച് ഓഫ് സെയിൻറ്റ് ലസാറസ് എന്ന് പറയുന്ന ഒരുപാട് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഉള്ളൊരു ചർച്ചാണ് കേട്ടോ. ഈ ഒരു ചർച്ച് ഉണ്ടാക്കിയത് 9th സെഞ്ച്വറിയിലാണ്. ബിസാൻറ്റീൻ എറയിൽ ഉണ്ടാക്കിയൊരു ചർച്ചാണ്. സെയിൻറ്റ് ലസാറസ് എന്ന് പറയുന്ന ഒരാളുടെ ഓർമ്മക്കായി ഉണ്ടാക്കിയൊരു ചർച്ചായിരുന്നു. ഈ സെയിൻറ്റ് ലസാറസ് എന്ന് പറയുന്ന ആൾ ജീസസ് റീസറക്റ്റ് ചെയ്തൊരു ആളാണ്. ആ പുള്ളിയാണ് ഇവിടുത്തെ ആദ്യത്തെ ബിഷപ്പായി മാറിയത്. ലർണാക്കയുടെ ബിഷപ്പായി മാറിയ ഒരു ആളാണ് സെയിൻറ്റ് ലസാറസ്. ആ പുള്ളിയുടെ പേരിലുള്ള ചർച്ചാണ് ഈ സെയിൻറ്റ് ലസാറസ് ചർച്ച്. ഈ ചർച്ച് ഓഫ് സെയിൻറ്റ് ലസാറസ് എന്ന് പറയുന്നത് ലർണാക്കയിൽ വരുന്ന സമയത്ത് തീർച്ചയായും കാണേണ്ട ഒരു ലൊക്കേഷനാണ്, ചർച്ചാണ്. ഒരുപാട് മതപരമായിട്ടുള്ള റിലീജിയസ് സിഗ്നിഫിക്കൻസ് ഉള്ളൊരു സ്ഥലവും കൂടെയാണ്, അതുപോലെ ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസും കൂടെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ ഫിനിക്കൂഡസ് ബീച്ചിൽ നിന്ന് ഇങ്ങനെ വന്നിട്ടാണ് ഇങ്ങോട്ട് കയറേണ്ടത്. അപ്പോൾ ഇവിടെ ഉണ്ടല്ലോ ഒരു സംഭവം കണ്ടോ, ഇത് കണ്ടോ, സുനാമി ഇവാക്വേഷൻ റൂട്ടാണ് ഇത്. അവിടെ എന്തെങ്കിലും സുനാമി അങ്ങനത്തെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇവാക്വേഷന് വേണ്ടിയുള്ള റൂട്ട് ഇങ്ങോട്ടാണ്, അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് കൊള്ളാലോ, കാരണം ബീച്ചിൽ നിന്ന് ഉള്ളോട്ടല്ലേ പോകണ്ടേ. സെയിൻറ്റ് ലസാറസിൻ്റെ ആ ഒരു ചരിത്രം കാണിക്കുന്ന ഒരു ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സെയിൻറ്റ് ലസാറസിൻ്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അതുപോലെ കാണുന്നില്ലേ. അതിൻ്റെ കംപ്ലീറ്റ് എങ്ങനെയാണ്, അതിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളത് കറക്റ്റായിട്ട് എങ്ങനെ റിസറക്റ്റ് ചെയ്തു, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയ ചർച്ചാന്ന് പറഞ്ഞത്. ചെറിയ റിനോവേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കോറായിട്ടുള്ള എല്ലാ കാര്യങ്ങളും 9th സെഞ്ച്വറിയിൽ കൺസ്ട്രക്ട് ചെയ്തതാണ്. അത് ഭയങ്കര സംഭവം തന്നെ അല്ലേ. ഇത് ഈ ഒരു ലെവലിൽ അത് കൺസ്ട്രക്ട് ചെയ്ത് എടുക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കല്ലിൻ്റെ കൊത്തുമണിയും കാര്യങ്ങളൊക്കെ ആ സമയത്ത് തന്നെ ഉള്ളതായിരിക്കും. ഇതൊക്കെ ഈ ഷാൻലിയറും കാര്യങ്ങൾ ഇതൊക്കെ പുതിയതായിരിക്കും അധികം. എന്തായാലും നോ ഷോർട്സ് ട്രൗസേഴ്സ് ഫുള്ള് കയറാൻ വേണ്ടിയിട്ടുള്ള ഇത് കൂടെ കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ചർച്ചയായിരുന്നു കേട്ടോ. എന്തായാലും ഭയങ്കര കൺസ്ട്രക്ഷൻ എന്നൊക്കെ പറയുന്നത് ഭയങ്കര എന്താ പറയുക, റിച്ച് ഫീലുള്ള അത്രയും അല്ലേ, ആ ഓൾഡ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ചർച്ച്. സൂപ്പർ. ഇന്നലെ കണ്ട അതുപോലെ തന്നെ സെയിം, അതിനേക്കാളും കുറച്ചുകൂടി ഒരു മുകളിൽ നിൽക്കുന്നുണ്ട് അല്ലേ. നല്ല ആ കല്ലും അതൊക്കെ, ആ ഷാൻലിയറൊക്കെ എന്ത് രസമാണ് കാണാനായിട്ട്. അതുപോലെ നല്ല ആംബിയൻസ്, നമുക്ക് ഉള്ളിൽ കയറുമ്പോഴത്തേക്ക് ഭയങ്കര ഭക്തി തോന്നുന്ന തരത്തിലുള്ള ആ ഒരു ഇത്. നല്ല കാം ആൻഡ് ക്വയറ്റ് പീസ്ഫുൾ ആണ് അതിൻ്റെ ഉള്ളിൽ. ഇരുന്ന് പ്രാർത്ഥിക്കാനും നമുക്ക് അല്ലേ എല്ലാത്തിനും പറ്റിയൊരു. ഈ ഒരു ചർച്ച് എല്ലാ ദിവസവും ഓപ്പൺ ആണ്, 24 hours ഓപ്പൺ ആണ്. എക്സെപ്റ്റ് ക്രിസ്മസ് ഡേയും ന്യൂ ഇയറിനും ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഇവിടെ ഓപ്പൺ ആണ്. സെയിൻറ്റ് ലസാറസിൻ്റെ പേരിലുള്ള ഒരു കൾച്ചറൽ സെൻ്ററാണ് ഇവിടുത്തെ. പണ്ട് കാലത്ത് തന്നെ കെട്ടിയിട്ട ഒരു കൾച്ചറൽ സെൻ്ററാണ്. അതുപോലെ തന്നെ ഒരുപാട് റൂമുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പ്രീസ്റ്റുകൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ താമസിക്കാനുള്ള ഒരു സ്ഥലമാവാനാണ് ചാൻസ്. മ്യൂസിയം ഉണ്ട് അല്ല, മ്യൂസിയം ഉണ്ട് ഇവിടെ. ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു. ഓ, ഫോട്ടോഗ്രാഫി വീഡിയോഗ്രാഫി അലൗഡല്ല. ഫോട്ടോഗ്രാഫി അലൗഡല്ല. അതുപോലെ ഇപ്പോൾ ക്ലോസ്ഡ് ആണ്. ക്ലോസ്ഡ് 15 മുതൽ 1-ാം തീയതി വരെ. എൻട്രി ഫീസ് കാണുന്നില്ല ഇവിടെ. എനിക്ക് തോന്നുന്നു എൻട്രി ഫീസ് ഇല്ല. ബാക്കിയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. സെയിൻറ്റ് ലസാറസ് ചർച്ചിൻ്റെ ഒരു മോണസ്ട്രീൻ്റെയും ഒരു ആർട്ട് സ്റ്റോറാണ് കേട്ടോ ഇത്. അവിടെ ഒരുപാട് സോവനീസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. പോസ്റ്റർ കാർഡുകൾ, അതുപോലെ ബുക്കുകൾ എല്ലാം നമുക്കിവിടെ വാങ്ങാൻ പറ്റും. സൈപ്രസിൻ്റെ സൂനിയർ നമ്മളെ പരിപാടി ഇവിടുന്ന് സ്റ്റാർട്ടായി അല്ലേ. ലർണാക്ക സിറ്റി സെൻറ്ററിൽ നിന്ന് ലസാറസ് ചർച്ചിൻ്റെ മുന്നിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്.
ചർച്ച് ഓഫ് സെയിൻറ്റ് ലസാറസിൻ്റെ അടുത്ത് നമ്മൾ ലർണാക്ക കാസലിൻ്റെ അടുത്തോട്ട് നടക്കുകയാണ്. ഫിനിക്കുഡോസ് ബീച്ചിൻ്റെ സൈഡിലാണ് കേട്ടോ. ഫിനിക്കുഡോസ് ബീച്ചിൻ്റെ സൈഡിൽ അങ്ങനെ നടന്നിട്ട് പോയിട്ട് ഈ കാസൽ സ്ക്വയറിൽ നിന്ന് റൈറ്റ് പോയി കഴിഞ്ഞാൽ അവിടെ എത്തും. പെറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ ഇവിടെ എല്ലാ ഏരിയയും. കാരണം ഇവിടെ പൂച്ചകൾ ഒരുപാടുണ്ട്. ഇവിടെ മനുഷ്യന്മാരെക്കാളൊക്കെ കൂടുതൽ പൂച്ചകളാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുപോലെ തന്നെയാണ് പട്ടികൾ, അതൊക്കെ എല്ലായിടത്തും. പിന്നെ അങ്ങനെ എന്താണ് പെറ്റ് നോട്ടെല്ലാം ഓടുന്നുണ്ട് എവിടെയും ഞങ്ങൾ കണ്ടിട്ടില്ല ഇതുവരെയായിട്ട്. ഫിനിക്കുഡോസ് ബീച്ചിലോട്ടെത്തി. ഫിനിക്കുഡോസ് പ്രൊമനേഡിലേക്ക് നമ്മളെത്തി. ഇവിടുന്ന് നേരെ കാണുന്ന അത് ഫിനിക്കുഡോസ് ബീച്ചും പ്രൊമനേഡുമാണ്. ഈ ഏരിയ കംപ്ലീറ്റ് ഒരു ഹാപ്പനിങ് പ്ലേസ് ആണ് ഇവിടുത്തെ. ഇവിടെയൊക്കെ ഒരുപാട് ഹോട്ടൽസൊക്കെ ഉണ്ട് നിൽക്കാൻ വേണ്ടി. നിങ്ങൾക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റും. പക്ഷേ റേറ്റൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. വിങ്ഡ് ലയൺ ഓഫ് വെനീസ്, ഇങ്ങനെ കുറേ ആർട്ട് ഇൻസ്റ്റലേഷൻസ് ഒരുപാടുണ്ട് കേട്ടോ. നമ്മൾ ആ മറ്റേ സ്കൾപ്ചർ പാർക്ക് കണ്ട പോലെ അല്ലേ. അല്ല ഇവിടെ ഇതാ സൈക്കിൾ നിങ്ങൾക്ക് റെൻ്റ് എടുത്തിട്ട് പോകാൻ പറ്റും. ഇതാ ഇങ്ങനെ സൈക്കിൾ റെൻ്റലിന് കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ബൈക്ക് എന്ന് പറഞ്ഞിട്ട് ഈ സൈക്കിൾ എടുത്തിട്ട് നമുക്കിങ്ങനെ കറങ്ങാം. നമുക്കിങ്ങനെ നടന്നിട്ട് ആ എൻഡ് വരെ പോകാം. അവിടെ ഒരു വലിയൊരു ഗുണ്ട് വെച്ചിട്ടുണ്ടല്ലോ. ഷാലോ വാട്ടർ ആണ്, നോ ഡൈവിംഗ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ ഇവിടുന്ന് അധികം ആഴമില്ല കേട്ടോ. അങ്ങ് അവിടെ ഒരു ചെറിയൊരു ഇതുവരെയൊക്കെ ആഴമില്ല, വളരെ ആഴം കുറവാണ് ഇവിടുന്നൊക്കെ. ലർണാക്ക കാസൽ എന്ന് പറയുന്നത് ലുസീനിയൻ പീരീഡ്, അതായത് 14th സെഞ്ച്വറിയിൽ പണി കഴിപ്പിച്ച ഒരു കാസലാണ്. ലർണാക്ക ഹാർബറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചായിരുന്നു. അത് ഓട്ടോമൻ എംപയർ കാലഘട്ടത്തിൽ, അതായത് 17th സെഞ്ച്വറിയിൽ ഒന്ന് റീമോഡൽ ചെയ്തു. പിന്നെ ബ്രിട്ടീഷ് റൂളിൻ്റെ സമയത്ത് ഒരു പ്രിസണാക്കി മാറ്റി. അതായത് 1948 അതിനെ ഒഴിപ്പിച്ചു. പിന്നെ ഇപ്പോൾ അതൊരു ലർണാക്ക മിഡീവൽ മ്യൂസിയം ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഒരു മിഡീവൽ മ്യൂസിയം ആയിട്ട് മാറ്റിയിട്ടുള്ളത്. ഇവിടെ വെച്ചാൽ ഒരുപാട് ആർട്ടിഫാക്ട്സ്, മിഡീവൽ ടൈമിലുള്ള ആർട്ടിഫാക്ട്സ് ഒരുപാടുണ്ട് ഇവിടെ. എല്ലാ ദിവസവും ഓപ്പൺ ആണ്. വൈകുന്നേരം 4:30 വരെ. എൻട്രി ഫീസ് ഉണ്ട് 2.50. ഒരാൾക്ക് 2.50 ആണ്. €2.50 ആണ് ചാർജ്. ഹലോ, 2 ടിക്കറ്റ്സ്. അവിടെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ഇരുന്ന ആളെ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ളൊരു ആളായിരുന്നു അല്ലേ. അടിപൊളിയായിരുന്നു. മൂപ്പരെല്ലാം ഇങ്ങനെ എല്ലാം ചോദിച്ച് എല്ലാം കറക്റ്റായിട്ട് ചോദിച്ച് നമുക്ക് ആദ്യം തന്നെ ഒരു ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട്. ബുക്ക്ലെറ്റ് തന്നിട്ടുണ്ട് അല്ലേ. ബുക്ക്ലെറ്റ് തന്നിട്ട് നമ്മളടുത്ത് പറഞ്ഞു ഇവിടെ നേരെ മുകളിലോട്ട് കയറാം. ഇൻഫർമേഷൻ ഡെസ്ക് കിയോസ്ക് ഉണ്ട്. ഓക്കെ, വേണമെങ്കിൽ അതിനകത്ത് കയറി നോക്കാം. ഇതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ ഫസ്റ്റ് റൈറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ലർണാക്ക കാസലിൻ്റെ ഹിസ്റ്ററി ഇവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ള കാര്യം. കോസ്റ്റൽ ഏരിയ ലർണാക്ക കാസൽ സതേൺ സൈഡ് ഓഫ് ദ കോസ്റ്റൽ ഏരിയയിലാണ്. 14th സെഞ്ച്വറിയിലാണ് ക്രിയേറ്റ് ചെയ്തത്. ലൂസിനിയൻ കിങ് സൈപ്രസ് ജെയിംസ് I ആണ് ഉണ്ടാക്കിയത്. നേരത്തെ പറഞ്ഞ സെയിം സംഭവങ്ങൾ തന്നെ. കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു കോട്ടയാടാണ്. നേരത്തെ പറഞ്ഞ 200 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ടൈപ്പ് ഒരു കോട്ടയാടാണെന്ന് പറഞ്ഞാൽ. ഇവിടെ ഇങ്ങനെ ഒരു പീരങ്കിയൊക്കെ വെച്ചിട്ടുണ്ട്. പീരങ്കി എന്നതാ അത് ശരിക്കും പറഞ്ഞാൽ അതിപ്പോൾ അടച്ചു വെച്ചാണ്. തുറന്നു കഴിഞ്ഞാൽ നേരെ കടലിലോട്ടാണ് അതിൻ്റെ വ്യൂ. നേരെ പീരങ്കി വെച്ചിട്ട് വരുന്ന കപ്പലുകളിലൊക്കെ വെടിവെച്ചിട്ട് എന്നാണ് പറയുന്നത്. മ്യൂസിയം അപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് കയറിയിട്ട് മുകളിലാണ് മ്യൂസിയം ഇരിക്കുന്നത്. അപ്പം ഇതാണ് നമ്മളെ കോട്ടയാട്. അപ്പം മ്യൂസിയം ഇങ്ങനെയാണ്. ഏർലി ക്രിസ്ത്യൻ പീരീഡ് 4th to 7th സെഞ്ച്വറി AD ഉള്ള സംഭവം മുതൽ ഇത് 7th to 16th സെഞ്ച്വറി, അങ്ങനെ ഓരോ സെഞ്ച്വറിയിലുള്ള കുറേ ആർട്ടിഫാക്ട്സും അതിൻ്റെ ഫോട്ടോസൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. അതായത് ഇതിൻ്റെ ഇനീഷ്യൽ കാലഘട്ടത്തിൽ, ഇത് കിട്ടുന്നതിന് മുന്നേയുള്ള കാലഘട്ടത്തിലുള്ള സംഭവങ്ങൾ, മെഡീവൽ ടൈമിലുള്ള ആർട്ടിഫാക്ട്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വെച്ചിട്ടുള്ളത്. 4th സെഞ്ച്വറി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ AD 300 ആ സമയത്തുള്ള സംഭവം. AD 300 എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ ഏത് കാലഘട്ടമല്ലേ. നമ്മുടെ മുത്തശ്ശൻ്റെ കാലഘട്ടത്തിലുള്ള സാധനങ്ങളാണ് അവിടെ വെച്ചിട്ടുള്ളത്. പണ്ട് 14th സെഞ്ച്വറിയിൽ കെട്ടിയ കല്ലും അതിനുശേഷം റെനോവേറ്റ് ചെയ്ത സംഭവം, അതിനുശേഷം മോഡേൺ റെനോവേഷൻ നടന്നതും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. എല്ലാം ഇങ്ങനെ കല്ലുകൾ ഡിഫറൻസ് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഇങ്ങനെ ഓരോ സമയത്ത് കെട്ടിയതാണെന്നുള്ളത്. ഇവിടെ അതുപോലെ ഇങ്ങനെ കുറേ റൂമുകളുണ്ട്. ആ റൂമുകളുടെ ഉള്ളിലൊക്കെ ഇങ്ങനെ കല്ലുകൾ വെച്ചിട്ടുള്ളത് കാണാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ ഇങ്ങനെ ഓരോ ടോം സ്റ്റോൺസും കാര്യങ്ങളൊക്കെയാണ്. ഇങ്ങനെ എഴുത്ത് നോക്ക്, പണ്ടത്തെ ലിപികൾ. ഇത് അറബിയൊക്കെ ഉണ്ട് ഇവിടെ. അറബിക് ലെറ്ററിംഗ് ഒക്കെ ഇവിടെ കാണുന്നുണ്ട്. ഇതും ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നു. ഓട്ടോമൻ കാലഘട്ടത്തിലുള്ളതായിരിക്കും ഇതൊക്കെ. ഇത് അതിൻ്റെ മുന്നേ ഉള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഇത് ഈ കാനിയൻസ് ഉണ്ടല്ലോ, കാനിയൻസിലെ ഉണ്ടകൾ സൂക്ഷിച്ച് വെക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നത്. വേണ്ട, അതൊക്കെ അതിൻ്റെ ആ ഇരുമ്പ് ഉണ്ടകളാണ്. കപ്പലിലോട്ടൊക്കെ വെടിവെക്കാൻ വേണ്ടിയിട്ട് കാനിയൻ ഫയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന സംഭവം. ആ സമയത്തുള്ള ഇരുമ്പിൻ്റെ കാനിയൻസ് തന്നെ കേട്ടോ. അതെ, കാരണം ആ ഇരുമ്പ് പിടിച്ചിട്ട് ഇറോഡായിരിക്കുന്നു. അതെ, അയ്യോ ഇതെങ്ങനെ ഇത് ഇതാക്കുന്നത്? എനിക്കില്ല ശക്തി. എത്ര ഇരുമ്പല്ലേ അങ്ങ് ഉറച്ചു പോയിട്ടുണ്ടാവും അവിടെ. എന്നെ പോലെ ഇത് ജർമ്മൻ കാനിയൻസ് ആണ്. ഇത് 20th സെഞ്ച്വറി ആണ് കേട്ടോ. 1900s ഇത്. അത്ര പഴയതല്ല, 20th സെഞ്ച്വറിയിലുള്ള സംഭവമാണ് ഇതൊക്കെ.
ഈ കാസലിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റും കേട്ടോ. ഇങ്ങനെ കയറിയിട്ട് മുകളിൽ കയറിയിട്ട് നമുക്ക് വ്യൂ കാണാം. ഇത് ജാമി കബീർ എന്ന് പറഞ്ഞൊരു മോസ്കാണ് കേട്ടോ. ഇത് ഓട്ടോമാൻ കാലഘട്ടത്തിലുണ്ടായ മോസ്കാണ്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് അങ്ങനെ അങ്ങോട്ട് പോകണം. നമുക്ക് എന്തായാലും ഇതിൻ്റെ മുകളിൽ കയറിയിട്ട് വ്യൂ കാണാം. ലർണാക്കൻ്റെ ഇതാ ബീച്ച് സൈഡ് ഇങ്ങനെ ആൾക്കാർ നടക്കുന്നതൊക്കെ സ്ട്രീറ്റ് ഇതുണ്ടല്ലേ, പെഡസ്ട്രിയൻ ഫ്രണ്ട്ലി സ്ട്രീറ്റ് എന്ന് പറയാൻ കാരണം ഫുള്ള് ഇങ്ങനെ കല്ല് പാകിയിട്ടാണ്, നടക്കാനുള്ള സ്ട്രീറ്റാണ്. ആൾക്കാർ വണ്ടി പോകുന്ന സമയത്ത് സൂക്ഷിച്ച് പോകണം എന്നുള്ളത്. അവിടെ കയറി കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ സീയും ഫിനിക്കഡോ പ്രൊമനേഡും നമുക്ക് നല്ല വൃത്തിക്ക് കാണാം. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് മെഡിറ്ററേനിയൻ സീൻ്റെ ഏരിയ ഇങ്ങനെ കാണാം നമുക്ക്. മെഡീവൽ ഫോർട്ട് നമ്മൾ പുറത്തിറങ്ങി. ഇതാണ് പള്ളി വരുന്നത്. ഇവിടുത്തെ ഓട്ടോമാൻ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ പള്ളിയാണ് ജാമി കബീർ മോസ്ക് എന്നാണ് അറിയപ്പെടുന്നത്. 16th സെഞ്ച്വറിയിൽ പണി കഴിക്കപ്പെട്ട ഒരു മോസ്കാണ്. ഇപ്പോഴും ഒരു ആക്റ്റീവായിട്ട് ഇവിടുത്തെ മുസ്ലിം കമ്മ്യൂണിറ്റി പ്രാർത്ഥിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലം തന്നെയാണ്. നോൺ പ്രെയർ ടൈമിൽ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് കാണാൻ പറ്റും. നമ്മളങ്ങനെ തൽക്കാലം ലർണാക്കയോട് വിട പറയുകയാണ്. നമ്മൾ നേരെ ഒമഡോസ് വില്ലേജിലോട്ട് പോകുന്ന വഴിക്കാണ്. ഇനിയിപ്പം ലിമാസോൾ കാസിലൊക്കെ കയറാനുണ്ട്. അതിൻ്റെ വഴിയിൽ നമുക്ക് വേറെ സ്ഥലങ്ങളുണ്ട്. ലർണാക്കയിൽ ഇനിയും ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഒരു സോൾട്ട് ലേക്ക് ഒക്കെ ഉണ്ട്. അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ചുണ്ട്. നമ്മളത് സ്കിപ്പ് ചെയ്യാണ്, കാരണം നമുക്ക് ടൈം മേക്കപ്പ് ആവാൻ പറ്റും തോന്നുന്നില്ല. അത്രയും ഒരുപാട് സ്ഥലങ്ങൾ കാണാനുള്ളൊരു പ്ലേസും കൂടിയാണ്. ചർച്ചും കാസിലും ഒക്കെ കണ്ടിട്ട് നമ്മളിങ്ങനെ ലർണാക്ക സിറ്റിയുടെ ഔട്ട്സ്കേർട്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചെറുതായിട്ടൊക്കെ ഒന്ന് ഇരുണ്ട് വന്ന് തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്യുമോ എന്ന് അറിഞ്ഞുകൂടാ. ഇനി അടുത്ത് നമ്മൾ കമാരസ് അക്വഡക്റ്റ് കാണാനാണ് പോകുന്നത്. കമാരസ് അക്വാഡക്റ്റ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വെള്ളം ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഭവമാണ്. ഓട്ടോമാൻ ഭരണ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയത് 18th സെഞ്ച്വറിയിൽ ഉണ്ടാക്കിയതാണ്. 16 കിലോമീറ്റർ ലെങ്ത്തിൽ, അത്രയും ലെങ്ത്തിലാണ് ഇത് കെട്ടിയത് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ ഒരു മതിൽ കെട്ടിയ പോലെ ഉണ്ടാവും. 16 കിലോമീറ്റർ ലെങ്ത്തിലാണ് ഇത് കെട്ടിയിട്ടുണ്ടായത്. ട്രെമിത്തോസ് എന്ന് പറഞ്ഞ റിവറിൽ നിന്ന് ലർണാക്ക സിറ്റിയിലോട്ട് വെള്ളം എത്തിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചൊരു വാട്ടർ പാസേജ് ആണ് ഈ സംഭവം. കനാൽ എന്ന് പറയാം. പണ്ടത്തെ കനാൽ സിസ്റ്റമാണ് ഇത്. നമ്മുടെ നാട്ടിലേക്കുള്ള കനാൽ പോലെ തന്നെ അല്ല കനാൽ സിസ്റ്റമാണ്. ഇതിൽ കൂടെയാണ് വെള്ളം ഒഴുക്കിയിരുന്നത്. റിവറിൽ നിന്ന് ഇങ്ങനെ വന്നിട്ട് ലർണാക്ക സിറ്റിയിലോട്ട് അങ്ങനെ പോകും. നമുക്കിങ്ങനെ താഴോട്ട് ഇറങ്ങിയിട്ട് കാണാനൊരു ഓപ്ഷൻ ഉണ്ട്. വാവ്. ഇതൊന്നും എൻട്രി ഫീസ് ഒന്നും ഇല്ല കേട്ടോ. ഇത് നമ്മൾ ലർണാക്കയിൽ നിന്ന് ലിമാസോളിലോട്ട് പോകുന്ന വഴിക്കുള്ള ഒരു സംഭവമാണ്. ജസ്റ്റ് നിങ്ങൾക്ക് കാണാം, കണ്ടിട്ട് പോവാം. പേര് എന്ന് പറയുന്നത് അബൂബക്കർ അക്വാഡക്റ്റ് എന്നാണ്. ആൻഷ്യൻ മോനുമെൻ്റ് ആണ്. അതായത് ഇതിൻ്റെ മുകളിൽ കൂടെ നടക്കാൻ പറ്റില്ല കേട്ടോ, നടന്നുകൂടാ. അത് ഒളിഞ്ഞു പോയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇത്രയാണ് പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഇത്രയും സംഭവങ്ങളേ ഉള്ളൂ. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ P3 എന്നൊക്കെ ഇങ്ങനെ ഇത് ഇവിടുത്തെ ആൾക്കാർ ഗ്രാഫിറ്റി വരച്ചിടുന്നത്. ഇത് ഒരുപാട് സ്ഥലത്ത് കാണാം, എല്ലാ ബോർഡിൻ്റെ മുകളിൽ. നമ്മളിങ്ങനെ ലിമാസോളിലേക്ക് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇങ്ങനെ റൈറ്റ് സൈഡിൽ നമുക്ക് കുറേ വിൻഡ് മില്ല് കാണാം. കൂടാതെ മൗണ്ടൻസ് ഒക്കെ കണ്ടു തുടങ്ങി. ചെറുതായിട്ട് സ്നോയും കാര്യങ്ങളൊക്കെ വൈറ്റ് കളറിൽ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് ട്രൂഡോസിൽ സ്നോ കിട്ടുമായിരിക്കും അല്ലേ? ഉറപ്പാണ്. കണ്ടു തുടങ്ങി. റോഡും നല്ല റോഡാണ്. ഫുള്ള് മാറി തുടങ്ങി. നമ്മളെ ഇനി അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് അടിപൊളിയായിരിക്കും അല്ലേ? നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ നിയോലിത്തിക് സെറ്റിൽമെന്റ് ഓഫ് കൊയ്റോക്കോഷ്യ. കൊയ്റോക്കോഷ്യ എന്ന് പറഞ്ഞ സ്ഥലത്തെ നിയോലിത്തിക് സെറ്റിൽമെന്റിലേക്കാണ് പോകുന്നത്. ഇവിടെ എന്തൊക്കെ മ്യൂസിയം, ഫോൾക്ക് ആർട്ട് മ്യൂസിയം, എംബ്രോയിഡറി മ്യൂസിയം, പിന്നെ ഒരു ചാപ്പല്, മൊണാസ്ട്രി, അങ്ങനെ സംഭവങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. നിയോലിത്തിക് സെറ്റിൽമെന്റ് ഓഫ് കൊയ്റോക്കോഷ്യ എന്ന് പറയുന്നത് ഈ നിയോലിത്തിക് കാലഘട്ടത്തിൽ 7000 BC മുതൽ, അതായത് ഇപ്പം മുതൽ നോക്കിക്കഴിഞ്ഞാൽ 9000 വർഷം ഹിസ്റ്ററി ഉള്ള ഒരു സ്ഥലമാണ്. ആ സമയത്ത് ഹ്യൂമൻസ് എങ്ങനെയാണ് ഒരു വീടൊക്കെ ഇട്ടിട്ട് സെറ്റിൽ ചെയ്തത് എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇവിടെ നിയോലിത്തിക് കാലഘട്ടത്തിലുള്ള വീടുകളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. കല്ലും മൺകട്ടയും കൊണ്ടൊക്കെ ഉണ്ടാക്കിയ വീടുകളാണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ റൂഫ് എന്ന് പറഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള റൂഫായിരിക്കും. ഒരു വില്ലേജ് പോലെയാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതിനൊരു വില്ലേജ് വാളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഏകദേശം 2.5 മീറ്റർ തിക്നെസ് ഉള്ള വാളൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നിയോലിത്തിക് സെറ്റിൽമെൻറ്റിൻ്റെ അങ്ങോട്ടുള്ള എൻട്രി കേട്ടോ. ഇതുവഴി നമ്മൾ പോകേണ്ടത്. ഇങ്ങനെ കയറിയിട്ട് ഇവിടെ വന്ന് പാർക്ക് ചെയ്യാൻ പറ്റും. പാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് നേരെ കയറിയാൽ മതി. അപ്പോൾ എൻട്രി ഫീസ് ഉണ്ട് കേട്ടോ. ഒരാൾക്ക് 2.5 യൂറോ ആണ് ചാർജ് വരുന്നത്. ഇതാണ് ഇവിടുത്തെ അഡ്മിഷൻ ടിക്കറ്റ് വരുന്നത്. അതിൻ്റെ കൂടെ 2 ഇതും കൂടി കിട്ടിയിട്ടുണ്ട്, ഗൈഡ്. കൊയ്റോക്കോഷ്യ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്തിൻ്റെ പേരാണ് കേട്ടോ. ഇങ്ങനെയാണ് വീട് വരുന്നത്. നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ റൗണ്ടിൽ ആണ് വീട് വരുന്നത്, ഫ്ലാറ്റ് റൂഫായിട്ട്. അതാണ് അതിൻ്റെ സ്റ്റൈല്. ഇതാണ് ഈ കൊയ്റോക്കോഷ്യ ആർക്കിയോളജിക്കൽ സൈറ്റിൻ്റെ കംപ്ലീറ്റ് വ്യൂ കേട്ടോ. ഇങ്ങനെയാണ് ഉള്ളത്. ഒരുപാട് ഏക്കർ കണക്കിന് കിടക്കുന്നുണ്ട്. നീണ്ട് പരന്ന് കിടക്കുന്ന സംഭവമാണ്. ഒരുപാട് നടന്ന് കാണാനുണ്ട്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിലുള്ള സ്ഥലമാണിത്. ഇത് റീകൺസ്ട്രക്റ്റഡ് ഹട്ട്സ് ഇങ്ങോട്ടാണ് കേട്ടോ. ഫാമിംഗ് ആൻഡ് ഗാദറിങ്ങിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അവർ ഹണ്ടിങ് എങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായത്. അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നു, പലതരത്തിലുള്ള ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്തിരുന്നു, മൃഗങ്ങളൊക്കെ വളർത്തിയിരുന്നു ഇവിടെ. ആക്സസ് ടു ദ വില്ലേജ് എങ്ങനെയായിരുന്നു, ഇങ്ങനെയൊക്കെ വന്നിട്ട് അതാണ് ആ വീട് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ വന്നിട്ട് ഇങ്ങോട്ട് കയറുന്നത്. അപ്പോൾ അതിന് വാള് കാണിച്ചിട്ടുണ്ട്. ഇവിടെ തിക്കായിട്ടുള്ള വാള് എങ്ങനെയാണ് കെട്ടിയതെന്നുള്ളത്.
റീകൺസ്ട്രക്ട് ചെയ്ത വില്ലേജ് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് എക്സ്കവേഷൻ ഒക്കെ നടക്കുന്ന സ്ഥലം ഇങ്ങോട്ടാണ് പോകേണ്ടത്. ഇങ്ങോട്ട് ആർക്കിയോളജിക്കൽ ട്രെയിലാണ്. ഇവിടെ നേച്ചർ ട്രെയിൽസ് ഉണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ കയറി നടന്ന് ഫുള്ളായിട്ട് കണ്ടിട്ടൊക്കെ എക്സ്പ്ലോർ ചെയ്ത് വരാൻ പറ്റും. നല്ല കിടിലൻ പ്ലേസാണ്. അങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നൊരു പ്ലേസാണ്. ആർക്കിയോളജിക്കൽ ട്രെയിൽ അങ്ങനെ മുകളിലോട്ട് കയറാണ്. നീണ്ട പരന്നങ്ങനെ കിടക്കുക. മുകളിൽ കയറിയിട്ട് വേണം ഫുള്ള് കാണാൻ. നല്ല നേച്ചർ വ്യൂ ഇവിടുന്ന് കിട്ടുന്നത് നിങ്ങൾക്ക് കാണുന്നില്ലേ? അടിപൊളിയാണ്. ഒരു കുന്നിൻ്റെ താഴ്വാരത്തിലാണ് ഇതൊക്കെ കിടക്കുന്നത്. ഇവർ ഈ വീട് ഹട്ട് കെട്ടുന്നത് ഈ കാണുന്നത് ഇതാണ് വീടിൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ ഫസ്റ്റത്തെ റൗണ്ട് കാണുന്നത് ഫസ്റ്റ് എൻക്ലോഷർ വാള്. അത് അത്രയും കൺസ്ട്രക്റ്റിലാണ്. അതിൻ്റെ പുറത്ത് വീണ്ടും ഒരു വാളും കൂടി ഉണ്ട്, സെക്കൻഡ് എൻക്ലോഷർ വാള്. അത്രയും വലിയ 2.5 മീറ്റർ തിക്നെസ്സിലാണ് കെട്ടുന്നത്. കാണുന്നില്ലേ? ഇങ്ങനെയാണ് അതിൻ്റെ വാള് വരുന്നത്. ഇവിടെ ഒരു വാള്, ഇതിൻ്റെ പുറത്തൊരു വാള്, ഇതിൻ്റെ വീണ്ടും ഒരു വാളും കൂടി ഉണ്ട്. അപ്പോൾ അത്രയും കട്ടി വരും. ഇവിടെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ലാസ്റ്റ് എൻക്ലോഷർ വാൾ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിലത്തെ ഒരു ഏരിയ കാണിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ പ്രിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളങ്ങനെ ആർക്കിയോളജിക്കൽ ട്രെയിൽ വഴി അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുവഴി എക്സ്കവേഷൻ സ്ഥലമൊക്കെ കണ്ടിട്ട് ഇതുവഴി തിരിച്ചിറങ്ങാം. എന്നിട്ട് ഇങ്ങോട്ട് പോകാം. ഒറ്റയടിക്ക് നടന്ന് വരികയാണെങ്കിൽ 1/2 മണിക്കൂർ കൊണ്ട് തീർത്തിട്ട് വരാം. കുറച്ച് നല്ലോണം എൻജോയ് ചെയ്തിട്ട് വരണമെങ്കിൽ 1 മണിക്കൂർ. ഉച്ചയ്ക്കുള്ള ലഞ്ചാണ് ഒലീവ് പൈയും ഒരു ലാറ്റയും. നമ്മൾ കൊയ്രോക്കോഷ്യയിലുള്ള ലർണാക്കിൽ നിന്ന് ലിമാസോളിലോട്ട് പോകണം. അവിടെ കൊയ്രോക്കോഷ്യയിലുള്ള അവിടുത്തെ നമ്മൾ കൊയ്രോക്കോഷ്യ നിയോളിത്തിക് സെറ്റിൽമെൻ്റ് ഒക്കെ കണ്ടു. നമ്മൾ സിഗ്മ ബേക്കറിയിൽ നിന്ന് ഒരു ഒലീവ് പൈയും ഇവിടുന്ന് ട്രൈ ചെയ്യേണ്ട നിർബന്ധമായിട്ട് ട്രൈ ചെയ്യേണ്ട സാധനമാണ്. ഒലീവ് പൈ വന്നിട്ട് വെജിറ്റേറിയൻ ആണ്. അവിടെ ഒരു ലാറ്റയും ഒലീവ് പൈയും ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ലർണാക്കിന്ന് വിട്ട് ലിമാസോൾ ഡിസ്ട്രിക്റ്റിലേക്ക് കയറിയിട്ടുണ്ട്. മഴ ഇങ്ങനെ കയറി ഏത് നിമിഷം വരാം, ഇരുണ്ടിങ്ങനെ വരുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ ഫസ്റ്റ് ലിമാസോളിൽ നമ്മൾ ഫസ്റ്റത്തെ സ്ഥലം എന്ന് വെച്ചാൽ അക്രോപോളിസ് ഓഫ് ആൻഷ്യന്റ് അമാത്തോസ് എന്ന് പറഞ്ഞ സംഭവമാണ്. ഇത് ആൻഷ്യന്റ് ആയിട്ടുള്ള ഒരു വില്ലേജ് ആണ്, റൂയിൻസ് ആണ്. അപ്പൊ പണ്ടത്തെ റൂയിൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. വഴിയെല്ലാം അടിപൊളിയാണ് അല്ലേ? നല്ല വഴിയാണ്. അതുപോലെ നല്ല സീനിക് റോഡാണ്. 2 സൈഡും മലയാണ്. മലയുടെ നടുക്ക് കൂടി ഇങ്ങനെ റോഡ്. അത് റോഡെന്ന് വെച്ചാൽ അത് 1.5 റോഡാണ്. നല്ല സ്മൂത്ത് ഹൈവേ. അമത്തോസ് ആർക്കിയോളജിക്കൽ സൈറ്റ് വിസിറ്റിംഗ് അവേഴ്സ് 8:30 മുതൽ 5 മണി വരെ, മൺഡേ ടു സൺഡേ. എൻട്രി ഫീസ് ഉണ്ട് €2.5. എല്ലായിടത്തും €2.5 ഉണ്ടോ. ഹാർബർ ഓഫ് അമത്തോസ് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ ഹാർബർ എങ്ങനെ ഉണ്ടായതെന്നുള്ളത്. അക്രോപോളിസ് ഓഫ് ആൻഷ്യൻ അമത്തോസ് എന്ന് പറയുന്ന ഒരു ആൻഷ്യൻ സിറ്റിയാണ്. അതായത് ഏകദേശം 8th century BC ഇവിടെ ഉണ്ടായിരുന്ന ഒരു സിറ്റിയാണ്. വലിയ മേജർ ആയിട്ടുള്ളൊരു സിറ്റി ആയിരുന്നു. ഈ അമത്തോസ് എന്ന സിറ്റിയിൽ ഒരു ഫിനീഷ്യൻ ഇൻഫ്ലുവൻസ് ഒരുപാടുണ്ടായിരുന്നു. ഫിനീഷ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് സിറിയ, ലെബനാൻ ഒക്കെ ഉള്ള ഏരിയയിലുള്ള ആൾക്കാരെ പറയുന്ന പേരാണ് ഫിനീഷ്യൻ. ആ ഒരു പെർട്ടിക്കുലർ ആൾക്കാരുടെ ആ ഒരു കൾച്ചറൊക്കെ ഇവിടെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്തിരുന്നു. ഈ സൈപ്രസ് എന്ന് പറയുന്നത് ലാൻഡ് ഓഫ് ലവ് എന്നാണ് അറിയപ്പെടുന്നത്. ഗോഡസ് ഓഫ് ലവ് ആഫ്രഡൈറ്റ് ജനിച്ചത് ഇവിടെയാണ്. അങ്ങനെയാണ് ഗ്രീക്ക് പുരാണങ്ങളിൽ പറയുന്നത്. ഇവിടെ ഈ അമത്തോസ് വില്ലേജിലുള്ളവർ വർഷിപ്പ് ചെയ്തിരുന്നത് ആഫ്രഡൈറ്റിനെ ആയിരുന്നു. ഇവിടുത്തെ ഈ റൂയിൻസിൽ ഒരുപാട് ആഫ്രഡൈറ്റ് ടെമ്പിൾ, അതുപോലെ പാലസസ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ കാണുന്ന ഇങ്ങനെ വലിയ വലിയ തൂണുകൾ പോലെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ആൻഷ്യൻ ടെമ്പിളിന്റെയും പാലസിന്റെ ഒക്കെ റൂയിൻസ് ആണ്. മല കയറി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരുപാട് ഇങ്ങനത്തെ റൂയിൻസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക്. ലിമാസോൾ സിറ്റിയോട് അടുക്കാൻ പോവാണ്. ലിമാസോളിന്റെ ആ ഒരു സൈഡിലൊക്കെ നല്ല 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലൊക്കെ കാണുന്നുണ്ട്, റിസോർട്ടുകളൊക്കെ കാണുന്നുണ്ട്. നല്ല അടിപൊളിയല്ലേ? ബീച്ച് സൈഡ് ഫുള്ള് ബീച്ച് സൈഡും റിസോർട്ടുകളും കാര്യങ്ങളുമാണ്. ആൻഷ്യൻ സിറ്റി ഓഫ് അമാത്തോസ് നമ്മൾ നേരെ വിട്ട് ലിമാസോൾ കാസിലോട്ടാണ് പോകുന്നത്. ലിമാസോൾ കാസിൽ ലിമാസോൾ സിറ്റി സെന്ററിൽ തന്നെയാണ്. നമ്മൾ അവിടെ നിന്ന് ഒരു 10-11 കിലോമീറ്റർ. എല്ലാ സ്ഥലവും ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് ഒരു 10-20 മിനിറ്റ് 30 മിനിറ്റ് അതിനുള്ളിൽ എല്ലാം കവറായി. അങ്ങനെയാണ് സംഭവം. ഇവിടെ നേരെ കാണുന്ന നമ്മളൊരു ബുർജ് അറബിന്റെ ഷേപ്പിലൊരു ബിൽഡിംഗ് ഉണ്ട്. ഇവിടെ എല്ലാം ഹൈ റൈസ് ബിൽഡിംഗ് തന്നെ അല്ലേ? ഓൾമോസ്റ്റ് ഒക്കെ മോഡേൺ സിറ്റിയാണ് ഇവിടുത്തെ. അതാണ് ലിമാസോളിന്റെ പ്രത്യേകത.
ഇവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് ഉണ്ട്. അവിടെ നമ്മൾ പാർക്കിംഗ് ഇട്ടിട്ടുണ്ട്. 3 hours-ന് €3, 3 to 8 hours €5. അങ്ങനെ സേഫ് ഒന്നല്ല, ഇങ്ങനെയൊരു പാർക്കിംഗ് ആണ്. അവിടെ വണ്ടി ഇട്ടിട്ട് നമ്മൾ നടക്കുന്നുണ്ട്. എന്തായാലും ലിമാസുള്ളൊരു ഡൗൺ ടൗൺ സ്ട്രീറ്റും ചെറിയൊരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. കണ്ടിട്ട് ഓൾഡ് സിറ്റി പോലത്തെ സംഭവങ്ങളുണ്ട്. അങ്ങോട്ട് നമ്മൾ വന്ന വഴി കംപ്ലീറ്റ് പുതിയ സിറ്റി ആയിരുന്നു. ഫുള്ള് റിസോർട്ടുകളും ഇതൊക്കെ ആയിട്ട് നല്ല വൈബുള്ള സ്ഥലം. കോർണിഷ് ആയിരുന്നു ഫുള്ള്. നമ്മൾ നേരെ ലിമാസോൾ കാസിലോട്ടാണ് പോകുന്നത്. ഇതുവഴി എവിടെയൊക്കെയാണ് പോകേണ്ടത്, നമുക്ക് കണ്ടുപിടിച്ച് പോകണം. ലിമാസോൾ കാസിൽ എന്ന് പറയുന്നത് നമ്മുടെ ലിമാസോളിലെ ഓൾഡ് സിറ്റിയിലാണുള്ളത്. ഈ ലിമാസോൾ ഹാർബറിൻ്റെ തൊട്ടടുത്താണ്. ആദ്യമായിട്ട് പണി കഴിപ്പിക്കുന്നത് 12th century-ലായിരുന്നു. ഒരുപാട് റീകൺസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ നടന്നിരുന്നു. ഇപ്പോഴത്തെ ആ ഒരു രൂപം കിടക്കുന്നത് ഓട്ടോമാൻ എംപയർ കാലഘട്ടത്തിൽ 16th century-ൽ അവർ പണി കഴിപ്പിച്ച ഇപ്പോഴത്തെ സ്ട്രക്ചർ ഉള്ളത്. ലിമാസോൾ കാസിലൊക്കെ എൻട്രി ടിക്കറ്റ് ഉണ്ട്. €4.50 ഇങ്ങനെയൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വരാം. ഇങ്ങോട്ട് കയറിയിട്ടാണ്, ഇവിടെയാണ് ടിക്കറ്റ് ഓഫീസിൽ വരുന്നത്. ഇവിടെ ഇങ്ങനെ ഉള്ളോട്ട് കയറാൻ പറ്റും. പീരങ്കികൾ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരുപാട് റൂയിൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. കാസിലായതുകൊണ്ട് തന്നെ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇത് 1950 വരെ ഒരു ജയിലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. പ്രിസണായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലമായിരുന്നു. അപ്പം ഇവിടെ പ്രിസണുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. താഴോട്ട് ഇറങ്ങി പോകാനുണ്ട്, അതുപോലെ മുകളിലോട്ട് കയറി പോകാനുണ്ട്. ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ട്. ഇതൊക്കെ ഓരോ സെഞ്ചുറി 17th 18th century-ലെ വുഡ് കാർവിങ്സ് ഒക്കെയാണ്. സെക്കൻഡ് ഫ്ലോറിലോട്ട് പോകാം. സെക്കൻഡ് ഫ്ലോറിലേക്ക് റൂഫ് ടോപ്പ് ആയി തോന്നും. അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഓൾഡ് സിറ്റിയും ലിമാസോളിൻ്റെ മറീനയും കാസിലൊക്കെ കാണാൻ പറ്റേണ്ടതാണ്. ഇത് പണ്ട് കാലത്തെ 7th to 9th century-ൽ ഉണ്ടായ ഒരു ഓയിൽ പ്രസ്സിൻ്റെ റീകൺസ്ട്രക്ഷനാണ്. ഇങ്ങനെയാണ് ഒലീവ് ഓയിൽ പ്രസ് ചെയ്തിട്ടുണ്ടായത്. ഒലീവ് ഓയിൽ പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു അപ്പാരറ്റസ് ആണ്. ഇതുവഴിയാണ് ഒലീവ് ഓയിൽ പ്രസ് ചെയ്തിട്ട് അത് വെച്ച് പ്രസ് ചെയ്ത് അതിലൂടെ ഇങ്ങനെ വന്ന് ഇതിലോട്ട് സ്റ്റോർ ചെയ്യുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചിരിക്കുന്നത്. ഇത് റീകൺസ്ട്രക്ട് ചെയ്തതാണ്, ഇവിടെ ഉണ്ടായതല്ല. ഇവിടെ വേറെ സ്ഥലത്ത് നിന്ന് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് റീകൺസ്ട്രക്ട് ചെയ്ത്. ലിമാസോൾ കാസിലിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുന്ന സമയത്ത് കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ് ഏരിയ ഉണ്ടോ, ഫുൾ റെസ്റ്റോറൻറ്റ്. ഇവിടെ കയറണം നോക്കിയാൽ മതി. ഒരുപാട് റെസ്റ്റോറൻറ്റുകളാണ്. ഇങ്ങനെ ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. ഇങ്ങനെ നടന്ന് എല്ലാം കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കാം. ഇങ്ങനെ ബാറുകളും റെസ്റ്റോറൻറ്റുകളും പബ്ബുകളൊക്കെ നിറഞ്ഞ് കിടക്കുന്ന ഒരു സ്ട്രീറ്റ് അല്ലേ. ഓൾ ദ കാറ്റ്സ് ഓഫ് സൈപ്രസ്. ഇങ്ങനെയൊക്കെയാണ് സൈപ്രസിലെ കാറ്റുകളുള്ളത്. അതുപോലെ ഇവിടെ ഒരുപാട് ഇതൊരു സോവനീസിന് വേണ്ടി മാത്രമുള്ള ഷോപ്പാണ്. ഒരുപാടുണ്ട്. ഇവർക്കൊരു ബ്ലൂ കളറും ഐയും അവരുടെ മെയിൻ സംഭവമാണെന്ന് തോന്നുന്നു. ഫുള്ള് സോവനീസ്. ഇത്ര സോവനീസാണ്, എന്തെന്നൊക്കെ വേണം. ഒരു രക്ഷയില്ല കേട്ടോ. യുവർ നെയിം സർ? Dimitris. ഇത് ഡിമിട്രീസ് എന്ന് പറയുന്ന ആളാണ്. ഇത് ഈ ഷോപ്പിൻ്റെ ഉടമയാണ്. ഈ സോവനി ഷോപ്പിൻ്റെ പുള്ളി റിട്ടയർഡ് ആയിട്ട് ഇത് നടത്തുന്ന ആളാണ്. I am Prasad. This is Amrita. We are from India. We have a YouTube channel. Very good. Doing I'm the young. Mine is 40 years and 35 years. Great. Okay. Thank you so much for the gift. He gave us a gift. It's right. It's for the wishes for the new year. Yeah. So happy new year. It's nice to meet you. Same to you. Yeah. Thank you so much. Thank you very much. ഒരു സോവനി ഷോപ്പാണ്. കിടിലൻ സോവനി ഷോപ്പ് കേട്ടോ. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ, ലിമാസോളിൽ വരുന്നുണ്ടെങ്കിൽ പാത്രങ്ങളുണ്ടല്ലോ. ഇതും സോവനീറാ, ഇത് കൊള്ളാല. ഇങ്ങനെ ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഡിമിട്രി എന്ന് പറഞ്ഞ ചേട്ടൻ്റെ അച്ഛൻ്റെ ഒരു സോവനി ഷോപ്പാണ്. കിടിലൻ സംഭവമാണ്. ഒരുപാട് വെറൈറ്റി ഓഫ് സോവനീസ് ഉണ്ട് കേട്ടോ. ഈ കിട്ടാവുന്നതിൽ പറ്റുന്ന എല്ലാ സംഭവങ്ങളും ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. പുള്ളി റിട്ടയർഡായിട്ട് നടത്തുന്ന ഒരു സോവനി ഷോപ്പാണ്. അടിപൊളി. നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഇവിടെ കാസിലൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് വാങ്ങിക്കാം. ഇതാ സൈപ്രസ് കോർണർ എന്ന് പറഞ്ഞ സോവനി ഷോപ്പാണ്. ഇതിങ്ങനെ കയറിയിട്ട് ഇങ്ങനെ അപ്പുറത്തായിട്ട് ഇറങ്ങാൻ പറ്റും. അത്രയും വലുതാണ്. നല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട്. നല്ലൊരു അപ്പൂപ്പനും. ഡൗൺ ടൗൺ കമേഴ്ഷ്യൽ സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. ഇത് ലിമാസോൾ ടൂറിസം ബോർഡിൻ്റെ 1882 ഉണ്ടാക്കിയത്. അഗിയോ ആൻഡ്രിയോ എന്നാണ് ഇതിൻ്റെ പേര്. ഇങ്ങനെയാണ് സംഭവം. കൊള്ളാല്ലേ. കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ പക്ഷേ എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ. സോവനിയറിൻ്റെ ആ ഷോപ്പിൽ നിന്ന് അപ്പൂപ്പനെ കണ്ട അപ്പൂപ്പനോട് വർത്താനം പറഞ്ഞൊക്കെ രസം തന്നെ. അപ്പൂപ്പൻ പറഞ്ഞൊരു കാര്യം കേട്ടിട്ടാണ് എനിക്ക് 1-ാം തീയതി, അതായത് ന്യൂ ഇയറിൻ്റെ ദിവസം എല്ലാ ഷോപ്പും ക്ലോസ്ഡ് ആണ്. റെസ്റ്റോറൻറ്റ് ഓപ്പൺ ആണ്, എക്സെപ്റ്റ് റെസ്റ്റോറൻറ്റ്. 2-ാമത്തെ ദിവസം ആ ഷോപ്പിലുള്ള എല്ലാ ആൾക്കാർക്കും ലീവാണ് പോലും. അപ്പോൾ 1ഉം 2ഉം നോക്കണ്ട. ഇവിടെ വെറുതെ കടന്നുറങ്ങാൻ വേണ്ടി വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. കാത്തിരുന്ന് കാണാൻ എന്താവും എന്നുള്ളത്.
ഫുള്ളിങ്ങനെ സൊവനീറുകളാണ്. ഇത് ലേസ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെ സൊവനീറുകളും ലേസുകളൊക്കെ തന്നെ മുഴുവൻ കാണാനുള്ളത്. ലിമാസോൾ ഓൾഡ് സ്ട്രീറ്റൊക്കെ കണ്ട് നമ്മൾ കമേഴ്ഷ്യൽ സ്ട്രീറ്റ് അല്ലേ, കമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങനെ നടന്നിട്ട് ഇനി നമ്മൾ തിരിച്ച് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തോട്ട് പോവാണ്. നമുക്കിനി നമ്മുടെ ഒമഡോസ് വില്ലേജ് നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അതെ, അവിടെ നമ്മൾ ഒമഡോസ് വില്ലേജ് ഹൗസിലാണ് നമ്മൾ താമസിക്കുന്നത്. നമ്മൾ വില്ലേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് കഴിഞ്ഞ് നാളെ ഇങ്ങോട്ട് തന്നെ വരേണ്ടത്. നാളെ ലിമാസോളിലാണ് നമ്മൾ താമസം. അതുപോലെ നമ്മുടെ ന്യൂ ഇയേഴ്സ് ഈവ് ലിമാസോളിലാണ്. ഇവിടെയാണ് നമ്മൾ ആഘോഷിക്കാൻ അടിച്ചു പൊളിക്കാൻ പോകുന്നത്. ലിമാസോൾ മറീനയിൽ വെച്ചിട്ടാണ് നമ്മൾ ന്യൂ ഇയർ ആഘോഷം. അപ്പം അതൊക്കെ വരാനുണ്ട്. അതുപോലെ ഇന്ന് നമുക്കിനി ഒമഡോസ് വില്ലേജ് ഹൗസ് ഒന്ന് കാണണം. രാത്രിയാകും എത്താൻ വേണ്ടിയിട്ട്. നാളെ നമ്മൾ അതൊക്കെ വൃത്തി കാണിച്ചു തരാം. രാത്രിയല്ല, ഇപ്പോൾ ഇവിടെ 6 മണി ആയോളൂ. ഹോംഡോസിലെത്തി. എനിക്ക് കീ എടുക്കണം. ഇതാണ് നമ്മൾ നിൽക്കാൻ പോകുന്നത്. നമ്മളൊരു വില്ലേജിൽ വന്ന് ഇങ്ങോട്ടൊക്കെ വണ്ടി എടുത്ത് കയറ്റി തിരിച്ച് പാർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇവിടെയൊക്കെ നമ്മൾ വണ്ടി എടുത്ത് കയറ്റി, പക്ഷെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സംവിധാനമില്ല. എന്നിട്ട് ഇനി കയ്യൊക്കെ നനയിച്ചതേ കിട്ടി, താക്കോൽ കിട്ടി. അപ്പം അത് നമ്മൾ തന്നെ ഇതാണ് തുറക്കണ്ടേ. നമ്മൾ വില്ലേജ് ഹൗസിലെത്തി. കയ്യൊക്കെ മരവിച്ച് അങ്ങ് എത്തിയില്ല. 2 നമ്പർ റൂം കേട്ടോ. പരിപാടി റൂം തുറന്നിട്ടുണ്ട്. ഒരാൾ ഫുള്ള് സങ്കടത്തിലാണ്. അവിടെ ഇതിനൊരു ബാൽക്കണിയിലെ റൂമുണ്ട്, താഴെ റൂമുണ്ട്. ബാൽക്കണിയിലെ റൂം തന്നില്ല എന്നും പറഞ്ഞിട്ട് ഇവിടെ ഫുള്ള് പ്രശ്നത്തിലാണ്. അട്ടിപൊട്ടിയിട്ടുള്ളത്. എവിടെ നോക്കട്ടെ, അങ്ങോട്ടല്ല ഇങ്ങോട്ട്. ഇനി വല്ല തിന്നാൻ കിട്ടുമോ നോക്കണം. ഇവിടെ എന്തോ ഒരു ടവേൺ ഉണ്ട്. ഇവിടുന്ന് ഒരു ഫ്രീ കോഫി കിട്ടുന്നൊക്കെ അവർ പറയണ്ടായിരുന്നു രാവിലെ ഇവിടുന്ന്. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഒമഡോസ് വില്ലേജ് ഹൗസിലാണ്. കിട്ടുമോ? അങ്ങനെ ഇതാണ് ഒമഡോസ് വില്ലേജ് ആണ്. ഇവിടെ ഒരു ഒറ്റ മനുഷ്യജീവിനെ പോലും കാണാനില്ല രാത്രി. സ്ട്രീറ്റ് ലൈറ്റ് ഉണ്ടായതുകൊണ്ട് വലിയ ഭാഗ്യം. നമ്മളെന്തായാലും വല്ലതും കഴിക്കാൻ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പുറത്തോട്ട് ഇറങ്ങിയതാണ്. നല്ല തണുപ്പുണ്ട്. 5 ഡിഗ്രിയാണ് ഇപ്പോഴത്തെ ടെമ്പറേച്ചർ ഇവിടെ. അപ്പോൾ ഇങ്ങനെ നടന്നിട്ട് ഇപ്പോഴത്തെ ടൗൺ സ്ക്വയറിൻ്റെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ കുറച്ച് റെസ്റ്റോറൻറ്റും കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. നമ്മൾ പാർക്ക് ചെയ്തതിൻ്റെ അടുത്താണ്. ഒമഡോസ് വില്ലേജിൽ ഒമഡോസ് സ്ക്വയറാണിത്. ഇവിടെ നമ്മളൊരു ഒരു ടവേൺ എന്നാണ്, ഒരു റെസ്റ്റോറൻ്റ് എന്നാണ് കഴിക്കുന്നത്. ടവേൺ എന്നാണ് പറയുക ഇവിടെ റെസ്റ്റോറൻറ്റിനെ. തെമലിയോ ടവേൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് കയറിയത്. ഇവിടെ തന്നെ ഫസ്റ്റ് തന്നെ വെജിറ്റേറിയൻ മെനു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ കണ്ട് കയറിയതാണ്. എല്ലാ സാധനങ്ങളും ഓർഡർ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓർഡർ ചെയ്തിട്ട് ഉള്ളിലിരിക്കുന്നുണ്ട്. അമൃത ഉള്ളിലിരിക്കുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് വീഡിയോ എടുക്കാൻ വന്നതാണ്. ഇവിടെ കുറേ ഇതൊക്കെ ടാവേൺസ് ആണ് കേട്ടോ. ഇതൊക്കെ ക്ലോസ്ഡ് ആണ്. ഇവിടെ ഈ ഏരിയയിൽ ഈ സാധനം മാത്രമേ ഓപ്പൺ ഉള്ളൂ തോന്നുന്നു. ഇതും തൊട്ടപ്പുറത്ത് അവിടെ അതും ഒന്നും ഓപ്പൺ എന്ന് തോന്നുന്നു. പക്ഷേ ഇവിടെ മാത്രമേ പാട്ടൊക്കെ ഉള്ളൂ. ചിലപ്പോൾ ഇത് മാത്രമേ കാണൂ. എന്തായാലും ഇതാണ് ടാവേൺ, തെമലിയോ ടാവേൺ ആൻഡ് ബാർ റെസ്റ്റോറൻ്റ് ആണ്. ഇതാണ് അതിൻ്റെ ആംബിയൻസ് വരുന്നത്, രാത്രിത്തെ ആംബിയൻസ്. എന്നാലും അതിൻ്റെ ഉള്ള കയറി നോക്കട്ടെ. കയറിയിട്ട് നമ്മൾ ഓൾറെഡി ഓർഡർ ചെയ്തു. കയറിയിട്ട് ഇതാണ് ഇതിൻ്റെ ഇൻറ്റീരിയർ. നമ്മളെ ഇന്നത്തെ ഡിന്നർ എന്ന് പറഞ്ഞത് അവരുടെ ഹെവി ഡിന്നറാണ് കേട്ടോ. അത് ഫലാഫൽ പോർഷനും അതുപോലെ ഒരു പൊട്ടാറ്റോൻ്റെ ഇതുമാണ്, പൊട്ടാറ്റോ പോർഷനുമാണ് ഉള്ളത്. വിത്ത് സോഫ്റ്റ് ഡ്രിങ്ക്സ്, കോള. കൊള്ളാല്ലേ? നല്ല ലുക്ക്, പ്രസൻറ്റേഷൻ അടിപൊളി. ഇല്ല, ഒന്നും കാണാനില്ല. പക്ഷെ 5 ഡിഗ്രിയാണ്. 5 ഡിഗ്രി അല്ല, 4 ഡിഗ്രിയാണ് ഇപ്പം. ഫീസ്റ്റേക്ക് 3 അതാണിപ്പോൾ. അത്രയും തണുപ്പാണ്. അപ്പോൾ നമ്മൾ രാത്രിത്തെ ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ തെമലിയോസ്, അതാണ് നമ്മുടെ ടാവൺ കേട്ടോ. അവിടുന്ന് നമ്മൾ തെമലിയോസ് ടാവണിൽ ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ, സൂപ്പർ ഫുഡ്. ആക്ച്വലി ഇതാണ് ഇവിടുത്തെ മോണസ്ട്രി വരുന്നത്. ആ മോണസ്ട്രീൻ്റെ തൊട്ട് അടുത്താണ് ഇത്. ഈ ഒരു സ്ട്രീറ്റാണ് കേട്ടോ. ഇതാണ് ഇവിടുത്തെ ഒമഡോസ് വില്ലേജിലെ വില്ലേജ് സ്ക്വയർ എന്ന് പറയുന്ന സ്ഥലം. അപ്പം അടിപൊളി സ്ഥലമാണ്. കല്ലൊക്കെ നമുക്ക് നല്ല പാകിട്ടാണ്. ഇതിന്റെയൊക്കെ ഇത് നാളത്തെ വീഡിയോയിൽ വരുന്നുണ്ട്. അടിപൊളിയായിരിക്കും കേട്ടോ. വില്ലേജ് വ്യൂ കിടുവായിരിക്കും. പിന്നെ നമ്മളെ ആ റൂം ടൂറും ഒക്കെ നമ്മൾ കാണിച്ചു തരാം. സോ ഇന്നത്തെ വീഡിയോ അടിപൊളിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കിടുക്കാച്ചി കാഴ്ചകളൊക്കെ പുറകെ വരുന്നുണ്ട് സൈപ്രസ് എന്നുള്ളത്. അപ്പോൾ എല്ലാം കാണാനായിട്ട് സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.